ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പോയിന്റ് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമുക്കറിയാം, സുധി ഒരു ഹോം അപ്ലയൻസസ് ഷോപ്പൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നത് വർഷയുടെ മമ്മി തന്നെയായിരിക്കും. ഒരു സെൻട്രൽ എ സി ആണ് വർഷയുടെ മമ്മി വാങ്ങിക്കുന്നത്. 1,00,000 മുകളിൽ വിലയുള്ള ആ എ സി വാങ്ങിച്ച് നേരെ കൊടുത്തു വിടുന്നത് വർഷയ്ക്ക് ഗിഫ്റ്റ് ആയിട്ടായിരിക്കും. അത് ആരോടും പറയാതെയാണ് വർഷയുടെ മമ്മി ചെയ്യുന്നത്. കാരണം ചന്ദ്രോദയത്തിൽ ഒരു വഴക്കുണ്ടാക്കാനായിട്ടാണ് വർഷയുടെ മമ്മി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. രേവതിയുടെയും സച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ദിവസം അവിടെ ഭയങ്കര ചൂടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗൊക്കെ കാച്ചുന്നുണ്ടായിരുന്നല്ലോ മഹിമ. ഏതായാലും സച്ചി പുറത്ത് കാറെല്ലാം തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ എ സിയുമായിട്ട് ഒരു വണ്ടി വരുന്നത്. ഇത് രവീന്ദ്രന്റെ വീടല്ലേ എന്ന് വണ്ടിക്കാരൻ ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്ന സച്ചിയോട് ഇത് എ സി ആണെന്നും ഇവിടെ ഇറക്കാനായിട്ടാണ് പറഞ്ഞതെന്നും അയാൾ അറിയിക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അന്തം വിട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരും എ സി ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇത് ആരാ ഇങ്ങോട്ട് കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞതെന്ന്. മധുസൂദനാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോഴാണ് സച്ചിക്ക് മനസ്സിലാവുന്നത് ഇതിന് പിന്നിൽ വർഷയുടെ അച്ഛനാണെന്നുള്ള കാര്യം. മധുസൂദനാണെന്ന് അറിയുന്നതും ഉടനെ തന്നെ സച്ചി അയാളോട് പറയുന്നുണ്ട്, ഓ അയാളാണ് ഇങ്ങോട്ട് അയച്ചെങ്കിലേ ഒരു കാര്യം ചെയ്ത് ഇത് ഇവിടെ ഇറക്കാനൊന്നും നിൽക്കണ്ട, അവർക്ക് തന്നെ കൊണ്ട് കൊടുത്തേക്ക്. അയ്യോ അത് പറ്റില്ല സർ, ഇവിടെ ഇറക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ അത് ചെയ്തല്ലേ പറ്റൂ. സച്ചി ആണെങ്കിൽ എന്നിട്ടും സമ്മതിക്കില്ല. മധുസൂദന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ഇറക്കാൻ നിർബന്ധം പിടിക്കുന്നുണ്ട്. അങ്ങനെ പറയില്ലേ സർ, ഇത് രവീന്ദ്രന്റെ വീട് തന്നെയല്ലേ, ഇത് ഇവിടെ ഇറക്കിയാലേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, സാറ് തന്നെ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു പറയും, എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഈ എ സി അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കാലോ എന്ന് അയാൾ പറയുന്നത് കേട്ടിട്ട് സച്ചി ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ എടുക്കുന്നത് മധുസൂദൻ ആയിരിക്കില്ല, മഹിമയായിരിക്കും. എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, എന്തിനാണ് വിളിച്ചതെന്ന്. അത് പിന്നെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു എ സി അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ അയച്ചിരുന്നു, അത് നിങ്ങൾക്കുള്ള എ സി ആണെന്ന് മഹിമ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എ സിയുടെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് അത് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഉടനെ മഹിമ പറയുന്നുണ്ട് സച്ചിയോട്, അത് പിന്നെ സച്ചി അവിടെ നല്ല ചൂടല്ലേ, എന്റെ മോൾ എങ്ങനെയാ അവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അവൾക്കാണെങ്കിൽ എ സി ഇല്ലാത്ത അത്ര ശീലവും ഇല്ല. ഇവിടെ എ സിയിലൊക്കെ കിടന്ന് വളർന്ന കുട്ടിയല്ലേ അവള്. അതുകൊണ്ടാണ് സുധിയുടെ കടയിൽ നിന്ന് പുതിയൊരെണ്ണം മേടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് അയച്ചത്. സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയും, അതെ ഞങ്ങൾക്ക് എ സി വാങ്ങിക്കണമെങ്കിൽ അത് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ അറിയാം. എന്റെ അച്ഛന് 3 ആൺമക്കളുണ്ട്, അതുകൊണ്ട് എ സി ഒക്കെ ഞങ്ങൾ തന്നെ വാങ്ങിച്ചോളാം. ഇനിയിപ്പോ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ ഈ വീട്ടിലോട്ടായിട്ട് ഒരു സാധനവും നിങ്ങൾ കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വീട്ടിലാണെങ്കിൽ എല്ലാവരുടെയും റൂമുകളിൽ എ സി ഉണ്ട്. വർഷയുടെയും ശ്രീകാന്തിന്റെയും റൂമിലാണെങ്കിലും എ സി ഉണ്ട്. അവരവിടെ ഇരുന്ന് തണുപ്പ് കൊണ്ടുകൊള്ളുന്നേ, നിങ്ങളായിട്ട് ഇവിടെ തണുപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെ സച്ചി തുറന്നടിച്ച് പറയുകയാണ്. സച്ചിയുടെ ഈ വർത്തമാനം എല്ലാം കേട്ട് മഹിമയ്ക്കാണെങ്കിലും കലി വരുന്നുണ്ട്. എന്തായാലും ഇത് ഞാൻ തിരികെ അങ്ങോട്ട് തന്നെ അയക്കുന്നുണ്ടെന്നും പറഞ്ഞ് സച്ചി വേഗം ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. ശേഷം ഡ്രൈവറോടായിട്ട് നിങ്ങൾ ഈ എ സി അവരുടെ അഡ്രസ്സിലേക്ക് എന്നെ തിരികെ കൊണ്ടുകൊടുത്തേക്ക്, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അയാൾക്ക് ഉറപ്പും കൊടുക്കുന്നു. മഹിമയാണെങ്കിലും സച്ചിയുടെ വർത്താനം ഒക്കെ കേട്ട് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പൊ ഇതേ സമയത്ത് മധുസൂദനം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തായി മഹിമേ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അവര് തണുപ്പ് കൊള്ളാഞ്ഞിട്ട് നിനക്കായിരുന്നല്ലോ വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഇത്രയും വില കൂടിയ സാധനമൊക്കെ നീ എന്തിനാ അങ്ങോട്ട് കൊടുത്തു വിട്ടത്. മഹിമ പറയുന്നുണ്ട്, എനിക്ക് ആ സച്ചിയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്നാൽ അതേ സമയത്താണ് മധുസൂദൻ ഒരു ബുദ്ധി തോന്നുന്നത്. അത് വേറൊന്നുമല്ല, ഇപ്പൊ ഈ എ സി തിരിച്ചയച്ചത് അവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മുടെ മോള് പോലും. അത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരം തന്നെയാ. നീ ഒരു കാര്യം ചെയ്യും, ഈ എ സി സുധിയുടെ കടയിലേക്ക് തന്നെ കൊണ്ടുകൊടുക്ക്. നീയാണല്ലോ അവിടെ നിന്ന് കട ഓപ്പൺ ആക്കിയിട്ട് ആദ്യമായിട്ട് സാധനം വാങ്ങിച്ചത്. അതുകൊണ്ട് ഇത് റിട്ടേൺ അടിക്കുമ്പോഴേ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാകും. കുടുംബത്തിൽ തന്നെ ഒരു വഴക്കുണ്ടാവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് മഹിമേ. പിന്നെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് തന്നെ നീ ഈ സാധനം തിരികെ അവിടെ കൊണ്ടുവച്ചാ ഉറപ്പായിട്ടും അത് സുധിക്കും ശ്രുതിക്കും ഒക്കെ ഒരു വലിയ നാണക്കേടായിരിക്കും. കസ്റ്റമേഴ്സ് ഉറപ്പായിട്ടും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ കിട്ടിയ അവസരം നീ മുതലാക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മധുസൂദനൻ മഹിമയ്ക്കും. അങ്ങനെ മധുസൂദനൻ പറഞ്ഞ പ്രകാരം മഹിമ എ സിയുമായിട്ട് ഷോറൂമിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. സുധിയാണെങ്കിൽ ഇവിടെ വളരെ സന്തോഷത്തിലായിരിക്കും. ഡീലേഴ്സ് ഒക്കെ ആണെങ്കിലും പൈസ വാങ്ങിക്കാനായിട്ട് വന്നു കാണും. എന്തായാലും സർ, ഉദ്ഘാടന ദിവസം തന്നെ നല്ലൊരു സെയിലാണ് നടന്നിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ ഒത്തിരി സെയിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ അവരെ ആശംസിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ശ്രുതിയും അങ്ങോട്ട് വരും. സുധിയോടായിട്ട്, ശ്രുതി നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ, നീ ഇനിയും ഒരുപാട് നല്ല നിലയിലെത്തണം. നമ്മളെ കളിയാക്കിയവർക്കൊക്കെ നമ്മൾ ആ രീതിയിൽ വേണം തിരിച്ചടി കൊടുക്കാൻ. ശ്രുതി ആണെങ്കിലും പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടും ശ്രുതി. കാരണം ആദ്യ ദിവസം തന്നെ വർഷയുടെ മമ്മി വന്നിട്ട് ലക്ഷങ്ങളുടെ വിലയുള്ള ഒരു സാധനമല്ലേ മേടിച്ചുകൊണ്ട് പോയത്. തുടക്കം തന്നെ ഐശ്വര്യം ആയതുകൊണ്ട് നമ്മളിനി വെച്ചടി കയറും ശ്രുതി. ശ്രുതിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം
സമയത്ത് തന്നെയായിരിക്കും മഹിമ കടന്നു വരുന്നത്. മഹിമയെ കാണുമ്പോഴത്തേക്കും ശ്രുതി സ്നേഹമൊക്കെ നടിച്ചുകൊണ്ട്, അല്ല ആന്റിയോ, ഞങ്ങളിപ്പോ ആന്റിയെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ, അല്ല എന്താ ആന്റി, എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മഹിമ പറയുന്നുണ്ട്, അത് പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാ. ഇതേ സമയത്ത് തന്നെ ആ AC അവിടെ കൊണ്ടുവയ്ക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ശ്രുതിയും. രണ്ടുപേർക്കും കാര്യം മനസ്സിലാവുന്നില്ല. വാങ്ങിക്കൊണ്ട് പോയ സാധനം എന്തിനാ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ വേറൊരു കസ്റ്റമർ വന്നിട്ട് ശ്രുതിയോടായിട്ട് പറയാണ്, ഇവിടെ ഈ ഷോപ്പ് ഇന്നല്ലേ ഓപ്പൺ ആയത്, എന്നിട്ടെന്താ മേടിച്ചുകൊണ്ട് പോയ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടുവന്ന് വെക്കുന്നത്, ഇനി കംപ്ലൈന്റ് ആയിട്ട് തിരികെ കൊണ്ടുവന്നതാണോ? ഏതായാലും ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ആ കസ്റ്റമറൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കും വല്ലാതെ വിഷമമാവുന്നുണ്ട്. എന്നിട്ട് മഹിമയോട് ചോദിക്കും, എന്താ ആന്റി, എന്താ കാര്യം? മഹിമ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ മക്കളെ, ഞാൻ ഈ AC മേടിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കായിട്ട് വാങ്ങിച്ചതാണ്, അവിടെ നിങ്ങളുടെ വീട്ടിൽ വെക്കാനായിട്ട്. അതറിയുന്നതും ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അത് വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്? അത് പിന്നെ ആ സച്ചി ഉണ്ടല്ലോ, അവൻ തിരികെ അയച്ചതാ. ഞാൻ എന്റെ ഒരു സന്തോഷത്തിനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചത്. പക്ഷെ ആ സച്ചി ഉണ്ടല്ലോ, അവൻ എന്നെ അപമാനിച്ചു. മാത്രമല്ല ഇതവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു അയച്ചു. ഫോണിലൂടെ അവൻ എന്തൊക്കെ എന്നോട് പറഞ്ഞെന്നറിയൂ. എന്നാലും അവന്റെ സ്വന്തം ഏട്ടന്റെ കട ഓപ്പൺ ആയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു സാധനം തിരികെ അയച്ചപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, നിങ്ങളോട് അവൻ എത്രമാത്രം സ്നേഹമാണുള്ളതെന്ന്. എന്തായാലും ഇത് വളരെ മോശമായി പോയി. എന്നാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചായിരുന്നു മക്കളെ. ആ സച്ചിയുടെയും രേവതിയുടെ ഒക്കെ കൂടെ ആ വീട്ടിൽ കഴിയുന്നുണ്ടല്ലോ. എന്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അവളും ആ വീട്ടിൽ പോയി പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോ. എന്തായാലും ഈ AC ഇത് നിങ്ങൾ ഇവിടെ തന്നെ വെക്കി, വേണമെങ്കിൽ നിങ്ങൾ ഇത് സെയിൽ ചെയ്തോ, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹിമ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുന്നതും ശ്രുതി മഹിമയോട് നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് മാന്യത മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആന്റിക്ക് ഞാൻ സാധനത്തിന്റെ പൈസ എന്തായാലും തിരിച്ചു തരും. പക്ഷേ ഇപ്പൊ ഇവിടുന്ന് എടുത്തു തരാൻ കയ്യിൽ പൈസ ഇല്ല. ആന്റി ഒരു 10 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പൈസയുമായിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതും മഹിമയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ലെന്നും ഇതിവിടെ നിങ്ങൾ സെയിൽ ചെയ്തോളാനും. പക്ഷേ ശ്രുതിയുടെ അഭിമാനബോധം അതിന് സമ്മതിക്കുന്നില്ല. ശ്രുതി മഹിമയോട് വെയിറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ പിന്നാലെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാണ് ഇത്രയും പൈസ ഉണ്ടാക്കുകയെന്ന്. എന്നാൽ ശ്രുതി അത് ശ്രുതിയോട് എങ്ങനെയാണെന്ന് പറയുന്നില്ല. പകരം ഞാനിപ്പോ വരാമെന്നും പറഞ്ഞു തന്നെ അവിടുന്ന് പോവുകയാണ്. പിന്നീട് ശ്രുതി തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല പണയം വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പൈസയുമായിട്ടാണ് വരുന്നത് മഹിമയുടെ അടുത്തേക്ക്. ഇത് വാങ്ങിക്കാൻ പറഞ്ഞ മഹിമയ്ക്ക് ആ പൈസ കൊടുക്കുമ്പോ ശ്രുതി, എന്താ മോളെ ഇത്, ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എന്തിനാ വെറുതെ എന്നൊക്കെ മഹിമ പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രുതി ആ ക്യാഷ് മഹിമയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. തുടർന്ന് മഹിമ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വരുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഇവിടെ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയത്. പക്ഷെ സച്ചിയുടെ സ്വഭാവം അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഇങ്ങനെയും പറഞ്ഞിട്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് മഹിമ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ കിട്ടിയതെന്നും അവര് പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ അത് തിരികെ കൊടുത്തതെന്നും. ആ സമയത്ത് ശ്രുതി തന്റെ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചരട് പുറത്തോട്ടിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് അപ്പൊ മനസ്സിലാവുകയാണ് ശ്രുതി താലിമാലയാണ് വിറ്റതെന്നുള്ള കാര്യം. ശ്രുതിക്കാണെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അത്. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒരു മാർഗവുമില്ലായിരുന്നു ശ്രുതി, പക്ഷെ നമ്മുടെ മാന്യത അത് നമ്മൾ കീപ്പ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് താലിമാലയെങ്കിൽ താലിമാല അത് വിറ്റിട്ടാണെങ്കിലും പൈസ അവർക്ക് തിരികെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. എന്റെ മുന്നിൽ വേറെ ഒരു മാർഗവും ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നീ എന്നോട് ക്ഷമിക്കണം ശ്രുതി. മാല നമുക്ക് ഇനിയും മേടിക്കാലോ, പക്ഷെ നമ്മൾ ആരുടെയും മുമ്പിൽ താഴാൻ പാടില്ല. സച്ചിയുടെ സ്വഭാവം കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കടയിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിച്ച സാധനമാണെന്ന് പോലും അവൻ കരുതിയില്ലല്ലോ തിരിച്ചയക്കുന്നതിന് മുമ്പ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രുതി. നീ സങ്കടപ്പെടാതിരിക്കാനും എന്തായാലും നിനക്ക് ഞാനൊരു മാല വാങ്ങിച്ചു തരും ഉടനെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കട ഓപ്പൺ ആക്കിയ ആദ്യ ദിവസം തന്നെ ദേഷ്യത്തിന് വീട്ടിലേക്ക് വരുന്ന ശ്രുതിയെയും കണ്ടിട്ട് ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. അപ്പൊ അവരോടും കാര്യങ്ങളെല്ലാം ഇവര് പറയുകയാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. ചന്ദ്ര ദേഷ്യത്തോടു കൂടി രേവതിയുടെ അടുത്തും സച്ചിയുടെ അടുത്തും പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാടാ നിങ്ങൾ കാണിച്ചത്? ശ്രുതിയുടെ കടയിൽ നിന്ന് വർഷയുടെ മമ്മി ഒരു സാധനം മേടിച്ച് അത് ഇങ്ങോട്ട് അയച്ചു തരുന്നതിൽ നിനക്കൊക്കെ എന്താടാ പ്രശ്നം? അപ്പൊ ഇതിനിടയിൽ വർഷയും ഇതൊക്കെ കേട്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ മമ്മി വിളിച്ചിരുന്നെന്നും അത് തിരിച്ചയച്ചതില് മമ്മിക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടെന്നും. ചന്ദ്രയാണെങ്കിൽ സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ കാത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ മാക്സിമം കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് തിരികെ അയക്കുമ്പോ ഒരു വാക്ക് ഞങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുവാണോ? രവീന്ദ്രനാണെങ്കിലും സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി അത് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് നിനക്ക് ഞങ്ങളോട് ചോദിക്കായിരുന്നില്ലേ അത് തിരികെ അയക്കണോ വേണ്ടയോ എന്ന്? അങ്ങനെ എന്തെങ്കിലും എന്നോടോ നിന്റെ അമ്മയോടോ
ഈ ശ്രീകാന്തിനോടൊന്ന് ചോദിച്ചോ? സച്ചി പറയുന്നുണ്ട്, അച്ഛാ അവർ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് അത് ഇങ്ങോട്ട് അയച്ചത്. ആ കാര്യം എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയച്ചത്. പക്ഷേ രവീന്ദ്രനെ സച്ചി പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാടാ എന്ന് പറയുകയാണ് രവീന്ദ്രൻ. അങ്ങനെ എല്ലാവരും കൂടെ സച്ചിയെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോൾ രേവതിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലല്ലോ. ഒടുവിൽ രേവതി പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്തിനാ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുന്നത്? ഇങ്ങോട്ടേക്ക് AC അയക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം വർഷയുടെ മമ്മിക്കാണെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ. അവര് ചെയ്തതും തെറ്റ് തന്നെയല്ലേ. എന്നാൽ മഹിമയെ കുറ്റപ്പെടുത്തി സച്ചിയെ ന്യായീകരിക്കുന്നതൊന്നും ചന്ദ്രമതിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ രേവതിയോട് മിണ്ടാതിരിക്കാനും നീ ഇനി ഒന്നും സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് അലറുന്നുണ്ട് ചന്ദ്ര. സുധിയാണെങ്കിലും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാണ്, അമ്മേ ഇവൻ ചെയ്ത് വലിയ തെറ്റ് തന്നെയാ. എന്റെ കടയിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിച്ച സാധനം അത് ഇവൻ ഒറ്റ ഒരുത്തം കാരണം തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ പൈസയാണെങ്കിലും ഞങ്ങൾക്ക് തിരികെ കൊടുക്കേണ്ടി വന്നുവെന്ന്. എന്നാൽ സുധി ആ പറഞ്ഞത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാടാ മുഴുവൻ പൈസയും തിരികെ കൊടുത്തത്? നീയല്ലേ പറഞ്ഞത് ഡീലേഴ്സിന് പൈസ കൊടുത്ത് കുറച്ച് പൈസയെ ലാഭം കിട്ടുമെന്ന്. പിന്നെ എങ്ങനെയാ അത് മുഴുവൻ തിരികെ കൊടുക്കാൻ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ ശ്രുതിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അത് പണയം വെച്ചിട്ടാണ് എന്ന്. ചന്ദ്രമതിക്ക് ഇതങ്ങോട്ട് കേൾക്കുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എന്നിട്ട് ശ്രുതിയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് ചന്ദ്ര, മോളെ നിന്റെ കഴുത്തിൽ ഇപ്പൊ മഞ്ഞച്ചരടാണോ? നീ എന്തൊക്കെയാ മോളെ ഈ കാണിച്ചത്? എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് സച്ചിയുടെ നേർക്ക് വീണ്ടും തിരിയുന്നുണ്ട് ചന്ദ്ര, എല്ലാത്തിനും നീ ഒറ്റ ഒരുത്തനാ കാരണം. എല്ലാത്തിനും ഇവളും കൂട്ടു നിന്നിട്ടുണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ രേവതിയെ ഉദ്ദേശം പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അമ്മേ, സച്ചിയേട്ടൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചന്ദ്രമതി പിന്നെയും രേവതിയെ ചീത്ത പറയുകയാണ്. സച്ചിയെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഓരോന്ന് ചെയ്യിക്കുന്നത് രേവതി തന്നെയാണെന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ശേഷം ചന്ദ്ര ശ്രുതിയെ നോക്കിയിട്ട് സഹതാപത്തോടെ, എന്നാലും താലിമാറ്റൽ ചടങ്ങൊക്കെ ഈ അവസരത്തിലല്ലേ നടന്നത്, എന്നിട്ട് വീണ്ടും എന്റെ മോളുടെ കഴുത്തിൽ ഈ മഞ്ഞച്ചരട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുമ്പോ സച്ചി ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഓ ഇപ്പൊ നിങ്ങൾക്ക് വലിയ സങ്കടമാണല്ലോ. കുറച്ചു നാള് രേവതിയും ഈ മഞ്ഞച്ചരട് തന്നെയാണ് ഇട്ടുകൊണ്ട് നടന്നിരുന്നത്. അന്നൊന്നും അമ്മയ്ക്ക് ഈ സങ്കടം ഞാൻ കണ്ടില്ലല്ലോ. അത് പിന്നെ നിന്റെ ഭാര്യയെ പോലെയാണോടാ ഈ ശ്രുതി? ഇവളെ കോടീശ്വരിയ. രേവതിയെ പോലെ മഞ്ഞച്ചരടും കെട്ടിക്കൊണ്ട് നടക്കേണ്ട കുട്ടിയല്ല ഇവള്. ശ്രുതിയാണെങ്കിലും സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെ നിൽക്കുകയാണല്ലോ. എല്ലാത്തിനും കാരണം ഇവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ സച്ചിയും വിട്ടുകൊടുക്കുന്നില്ല. എന്താടാ നിനക്കെന്നെ തല്ലണോന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും ശ്രുതിയും പരസ്പരം വഴക്കടിക്കുകയാണ്. രവീന്ദ്രനാണ് പിന്നീട് ആ വഴക്ക് നിർത്തിക്കുന്നത്. ശ്രീകാന്തും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഒന്നുമില്ലെങ്കിൽ എന്നോടെങ്കിലും പറയായിരുന്നു, അല്ലെങ്കിൽ വർഷയുടെ അച്ഛനോടെങ്കിലും ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. എന്നിട്ട് ഏട്ടന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞു നടന്ന അതൊക്കെ ആര് വിശ്വസിക്കാന്? ഏട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ. സച്ചിയാണെങ്കിലും ഇതെല്ലാം കേട്ട് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സച്ചിയോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് രവീന്ദ്രൻ. തെറ്റ് ചെയ്തത് നീ തന്നെയാണെന്നും നിനക്കത് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അത് പറയാതിരുന്ന് എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. പക്ഷെ ഇനി ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട. അതിപ്പോ തീർന്ന കാര്യമല്ലേ, മതി. ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട് രവീന്ദ്രൻ. രേവതിയാണെങ്കിൽ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. കൂടെ സച്ചിയും പോകുന്നുണ്ട്. അപ്പോ സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോ രേവതി ചോദിക്കുന്നുണ്ട്, കേട്ടോ എന്തിനാ വിഷമിക്കുന്നേ? ഒന്നുമില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ ശരിയല്ലേ? അപ്പൊ സച്ചി പറയും, എന്ത് ശരിയെന്നാ രേവതി നീ പറയുന്നത്? ആ സ്ത്രീയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്കും കൂടെ അറിയാവുന്നതല്ലേ? അത് കേൾക്കുന്ന രേവതിയും പറയുന്നുണ്ട്, എനിക്കറിയാം. അങ്ങനെ ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് അവർ ശ്രമിച്ചത്. അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ സച്ചിയേട്ടാ ചിന്തിക്കുക. ഏതായാലും ഇനിയെങ്കിലും സച്ചിയേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് രേവതി ഉപദേശിക്കുന്നുണ്ട്. സച്ചിക്കും രേവതിയെങ്കിലും തന്നെ മനസ്സിലാക്കിയല്ലോ എന്നോർത്തിട്ട് സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ശ്രീകാന്ത് വളരെ സങ്കടത്തിൽ നിൽക്കുമ്പോ, ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത്? നിന്റെ ഏട്ടന്റെ ഭാഗത്ത് തന്നെയല്ലേ തെറ്റ്? എന്റെ അമ്മ എത്ര സന്തോഷത്തോടു കൂടിയാ അങ്ങനെ ഒരു സാധനം ഈ വീട്ടിലേക്ക് അയച്ചത്. എപ്പോഴും നീ സച്ചിയേട്ടന്റെ ഭാഗത്തല്ലേ നിൽക്കാറ്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ശ്രീകാന്തും സച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും അതേസമയം വർഷയുടെ മമ്മി ചെയ്തതും തെറ്റാണെന്ന് തന്നെ പറയും. കാരണം നമ്മളോടൊരു വാക്ക് പറയാതെയല്ലേ അവരിങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഉടനെ വർഷ പറയും, അത് പിന്നെ മമ്മി ഒരു സർപ്രൈസ് ആയിട്ട് അയക്കാന്ന് കരുതിയിട്ടാവും ഇങ്ങനെ ചെയ്തത്. നീ എന്തിനാ എന്റെ മമ്മിയും കൂടെ കുറ്റപ്പെടുത്തുന്നേ? എന്തായാലും ശരി, നിന്റെ മമ്മി ചെയ്തതും തെറ്റ് തന്നെയാ വർഷേ. ഇത് കേൾക്കുന്ന വർഷ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ എല്ലാവരും കൂടി നിൽക്കുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? അതിന് ശ്രീകാന്ത് പറയുന്ന മറുപടി, അത് പിന്നെ ഈ ഒരു കാര്യം ഞാൻ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താഴ്ന്നത് നീയാണ്. അതെനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് സച്ചിയേട്ടനെ മാത്രം ഞാൻ ആ സമയത്ത് കുറ്റപ്പെടുത്തിയത്. ഏതായാലും ശ്രീകാന്ത് തന്റെ മമ്മിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചെങ്കിലും ശ്രീകാന്തിന് തന്നോടുള്ള ആ ഒരു ഇഷ്ടം കാണുമ്പോൾ വർഷയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്നാലും എന്നെ അവിടെ താഴ്ത്തി കെട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ
പറഞ്ഞപ്പോഴല്ലേ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞത്. ഐ ലവ് യു ശ്രീകാന്ത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇപ്പൊ കൂടി വരിക, ഒത്തിരി നാള് നമ്മൾ ഇതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇവിടെ ചന്ദ്രമതി ആണെങ്കിൽ രവീന്ദ്രന്റെ അടുത്തിരുന്ന് സച്ചിയെയും രേവതിയും ഒക്കെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം സച്ചിയും രേവതിയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് വരെ ചന്ദ്രമതി പറഞ്ഞപ്പോ രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്. അവരെ ഇപ്പൊ എങ്ങോട്ടും പറഞ്ഞു വിടാൻ പോകുന്നില്ലെന്ന് തന്നെ പറയും. അതേസമയം ചന്ദ്ര രവീന്ദ്രനോടായിട്ട്, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശ്രുതിയുടെ കഴുത്തിൽ ഇപ്പൊ ഒരു മഞ്ഞച്ചരടാ ഉള്ളത്, ഞാൻ എങ്ങനെയാ ഇനി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുക? ഉടനെ രവീന്ദ്രൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ പുതിയ മാല മേടിച്ചു കൊടുക്ക്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു നാണക്കേടിന്റെ കാര്യം, ഒരു സമയത്തെ നമ്മുടെ രേവതിയും മഞ്ഞച്ചരട് തന്നെ ഇട്ടുകൊണ്ട് നടന്നിരുന്നത്, അന്നൊന്നും നിനക്ക് ഈ നാണക്കേടും മാനക്കേടും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടേ നീ ഈ കാര്യത്തിൽ ഇനി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. നീ വായടച്ചിരുന്ന് രവീന്ദ്രനും ചന്ദ്രമതിയെ തള്ളി പറയുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. താങ്ക്